ഹായ് ഡിയേഴ്സ്, ഒപ്പം സ്റ്റിച്ചിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ടോപ്പും ബോട്ടും കട്ടിങ് കാണിച്ചിരുന്നു. ഈ വീഡിയോയിൽ നമുക്കിതിൻ്റെ നെക്ക് ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതേപോലെ തന്നെ ഈ ബോട്ടം എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെ ഐ ബട്ടൺ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ സ്റ്റിച്ചിങ് വീഡിയോ കാണുക. ഇത് ക്യാൻവാസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാണ് കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ ഇതിൻ്റെ ചുറ്റും നമുക്ക് പൈപ്പിങ് ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മൾ ബോട്ടത്തിൻ്റെ പീസ് ക്രോസ് പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഇതിൻ്റെ നല്ല വശവും കൂടെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതേപോലെ തയ്ച്ചു കൊടുക്കുക. എന്നിട്ട് മിച്ചമുള്ള പീസ് കട്ട് ചെയ്ത് മാറ്റാം. ഇനി വേണ്ടത് പൈപ്പിംഗ് ഫൂട്ട് ഇട്ട് കൊടുക്കുക. എല്ലാ മെഷീനിലും പൈപ്പിംഗ് ഫൂട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതൊന്ന് തിരക്കി നോക്കിയാൽ മതി. എന്നിട്ട് ഇതേപോലത്തെ നല്ല കനം കുറഞ്ഞ ത്രെഡ് എടുക്കുക. ഏറ്റവും നിങ്ങൾക്ക് കനം കുറഞ്ഞത് ഏതാണോ ഉള്ളത് അതെടുക്കുക. എങ്കിലാണ് നമ്മുടെ സ്റ്റിച്ചിങ് ചേർന്ന് വരുന്നത്. നെക്കിന് വെക്കുമ്പോഴും കുറച്ചുകൂടെ നല്ല ഫിനിഷിങ് നമുക്ക് കിട്ടും. നമുക്ക് എന്നിട്ട് സ്റ്റിച്ചിങ് ലെങ്ത്ത് കുറച്ചിടാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല അടുപ്പിച്ച് തന്നെ സ്റ്റിച്ച് കിട്ടുകയും ചെയ്യും. നല്ല ഭംഗിയിൽ നമുക്ക് പൈപ്പിങ്ങും കിട്ടും. ഇനി ഇത് നമുക്ക് മുകൾ ഭാഗം ഏതാ നോക്കണം. അതിങ്ങനെ വെച്ചിട്ട് മുകൾ ഭാഗത്തുനിന്ന് തന്നെ നമ്മൾ തയ്ച്ചെടുക്കണം. തിരിഞ്ഞു പോകരുത്. അപ്പോൾ ആദ്യം ഇതിൻ്റെ അരികിൽ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ചുറ്റും ഒന്ന് തയ്ച്ചെടുക്കണം. ഈ പോയിന്റിൽ വന്ന് കഴിയുമ്പോൾ നമുക്കതിങ്ങനെ തിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ ചെറിയൊരു കട്ടിങ് കൊടുക്കണം. ഞാൻ കട്ടിങ് കൊടുക്കാതെ നോക്കി, പക്ഷേ അതിങ്ങനെ വളഞ്ഞിരിക്കും. അപ്പോൾ ചെറിയൊരു കട്ടിങ് കൊടുക്കാമെന്നുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് ഇതുപോലെ എടുത്തു. പിന്നെ ഇവിടെ നമ്മൾ കട്ടിങ് കൊടുക്കുക. വീണ്ടും നമുക്ക് 1/2 ഇഞ്ച് വീതിയിൽ തന്നെ ചേർത്ത് തന്നെ പൈപ്പിങ്ങിനോട് ചേർത്ത് തന്നെ നമുക്കിത് തയ്ച്ചെടുക്കാം. പൈപ്പിങ്ങിനോട് ചേർന്ന് കിട്ടിയില്ലെങ്കിൽ ഇത് നമ്മൾ ബാക്കിലേക്ക് മടക്കിയെടുക്കുമ്പോൾ പൈപ്പിങ് അകന്നിരിക്കുന്ന പോലെ തോന്നും. അപ്പോൾ ഇതിങ്ങനെ ഒന്നുകൂടെ വേണമെങ്കിൽ സ്റ്റിച്ച് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കുക അടുപ്പിച്ച്. എന്നിട്ട് ഇതിങ്ങനെ ബാക്കിലേക്ക് മടക്കി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കറക്റ്റായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ചേർത്ത് തയ്ച്ചാൽ നമുക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും. ഈ എൻഡിൽ കറക്റ്റ് പോയിൻറ്റിന് കുത്തി നിർത്തി നമുക്ക് ഇങ്ങോട്ട് തയ്ച്ചെടുക്കാം. ഇവിടെ വീതി കൂടുതലാണെങ്കിൽ വീതിയല്ല കട്ടി കൂടുതലാണെങ്കിൽ ഇതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ് അകത്തുള്ള കുറച്ച് പീസ്. കാരണം അവിടെ ഒരു ചുളിവ് പോലെ വരും കുറച്ച് പീസ് ഇങ്ങനെ സ്ക്വയർ അടിക്കുമ്പോൾ. അപ്പോൾ ഇതേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നെക്കിലേക്ക് വെച്ച് കൊടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമുക്ക് നെക്ക് നമ്മൾ ചെയ്തെടുത്തിട്ടില്ല. നമ്മൾ ലൈനിങ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ലൈനിങ് കട്ട് ചെയ്യുന്നത് കാണിച്ചില്ല. അപ്പം നമ്മൾ ഇത് ഷോപ്പിൽ ഇങ്ങനെ തയ്ച്ചിട്ടിട്ടേക്കും. ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുന്നവർ വന്ന് എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ലൈനിങ് ഇല്ലെങ്കിൽ ചിലപ്പം ചിലർക്ക് ഇഷ്ടമല്ല കേട്ടോ. തുണിക്ക് തീരെ കട്ടിക്കുറവല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങ് ലൈനിങ് വെച്ചതാണ്. അപ്പോൾ അത് ആരെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയിക്കോളും. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. നേരെ ഇത് കമിഴ്ത്തിയിടുക. എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് മാർക്കിങ് കൊടുക്കണം കേട്ടോ. നടുക്ക് തന്നെ തുണിയുടെ ചരിഞ്ഞു പോകരുത്. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് നെക്ക് വെച്ചിട്ട് നമുക്കത് എവിടെയാണെന്നുള്ളത് നോക്കാം. ഈ ഒരു പോയിൻ്റാണ് നമ്മുടെ കറക്റ്റ് ക്യാൻവാസ് വന്ന് നിൽക്കുന്നത്. എന്നിട്ട് നെക്ക് ഇതുപോലെ ഇങ്ങനെ വളഞ്ഞായിരിക്കും നമുക്ക് കിട്ടുന്നത്. കുറച്ച് പ്രയാസമാണ്, പക്ഷേ ചെയ്ത് വന്നാൽ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനുമാണ്. അപ്പോൾ ഇതിങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു വളവിന് മുകളിലേക്ക് നിൽക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഈ തുമ്പ് പുറത്തേക്ക് തള്ളിപ്പോകും. അപ്പോൾ അത് മുകളിലേക്കും കൂടെ ഇതേപോലെ ഇങ്ങനെ കടത്തി വെച്ചിട്ട് വേണം. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ മുകളിലേക്ക് കടത്തി വെച്ചു. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ നമുക്ക് കിട്ടും കേട്ടോ. അല്ലെങ്കിൽ യു ഷേപ്പിൽ നമ്മൾ നെക്ക് തയ്ച്ച് കഴിയുമ്പോഴത്തേക്കും, റൗണ്ട് ഷേപ്പിൽ നെക്ക് തയ്ച്ച് കഴിയുമ്പോഴത്തേക്കും വെച്ച പീസ് പുറത്തേക്ക് തുമ്പ് തള്ളിപ്പോകും. അത് അങ്ങനെ വരാതിരിക്കാൻ കറക്റ്റ് നിങ്ങൾ നെക്കിൻ്റെ ഉള്ളിലേക്ക് തന്നെ അത് കടത്തി വെക്കണം. എന്നിട്ട് നമ്മൾ ആ 1/4 ഇഞ്ച് വീതിയിൽ ഇതിൻ്റെ ഉൾവശം വിട്ടിട്ടുണ്ടല്ലോ, അതേ അളവിൽ അത് നമുക്ക് തയ്ച്ചെടുക്കണം. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ സ്റ്റിച്ചിങ് ലെങ്ത്ത് കുറച്ചിട്ട് ചെറിയ സ്റ്റിച്ച് വെച്ചിട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് കറക്റ്റ് നടുക്കൂടെ നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനുള്ളൊരു സ്പേസ് നമ്മൾ വിട്ടിട്ടേ തയ്ക്കാവുള്ളൂ. തീരെ അടുപ്പിച്ച് ഈ സ്പേസ് ഇല്ലാതെ തയ്ച്ച് വെച്ച് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നൂലും തുണി അതുപോലെ അഴിഞ്ഞു പോകും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ സ്പേസ് വിട്ടിട്ട് ചെയ്യണം. എന്നിട്ട് ഇത് നല്ല വശത്തേക്ക് ഇതേപോലെ മടക്കി വയ്ക്കാം. ഇതേപോലെ. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഫിക്സ് ചെയ്തിരിക്കാൻ വേണ്ടി അയൺ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ ഇതുപോലെ അയൺ ചെയ്ത് കൊണ്ടുവന്നു. കാരണം നമുക്കിനി പോട്ട്ലി ബട്ടൺ വയ്ക്കുമ്പോൾ അത് തെന്നി മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ നടുക്ക് ഒരു പീസ് വെക്കാനായിട്ട് ഇതേപോലെ ജസ്റ്റ് ഒരു ചെറിയ കഷ്ണം എടുക്കുക. ആദ്യം മുകൾ വശം ഇതുപോലെ ഒന്ന് തയ്ക്കുക. എന്നിട്ട് നേരെ താഴേക്ക് നീട്ടി അങ്ങ് തയ്ച്ചെടുക്കുക. എത്രയാണോ ലെങ്ത്ത് വേണ്ടത് ആ ലെങ്ത്തിൽ അങ്ങ് തയ്ച്ചെടുക്കുക. എന്നിട്ട് എന്തെങ്കിലും
പെൻസിലോ പേനയോ എന്തെങ്കിലും കൊണ്ട് ഇതുപോലെ കുത്തി ഇത് നമുക്ക് തിരിച്ചെടുക്കാം. എന്നിട്ട് വേണമെങ്കിൽ അതും നിങ്ങൾക്ക് അയൺ ചെയ്യാം, അതല്ലെങ്കിൽ ചുറ്റും ഒന്ന് തയ്ക്കാം. അതല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ നിവർത്തി കൈകൂടെ തന്നെ ഒന്ന് നിവർത്തി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ലെഫ്റ്റ് സൈഡിലെ പീസിലേക്ക് ഇതുപോലെ വെച്ചിട്ട് ഒരു 1/2 ഇഞ്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുകയാണ്. ഞാൻ ചെറിയ സ്റ്റിച്ചാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ നേരെ പിടിക്കുക കേട്ടോ. മിച്ചമുള്ള പീസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം, അത് ഉള്ളിലായതുകൊണ്ട് കാണത്തില്ല. അപ്പോൾ ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് തുമ്പിന് തന്നെ നമുക്ക് ലോക്ക് ചെയ്യാം. മിച്ചമുള്ള പീസ് അത് നമുക്കങ്ങ് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് 2ആയിട്ട് വേണമെങ്കിൽ അകവശത്ത് തയ്ച്ച് കൊടുക്കുകയും ചെയ്യാം. എന്നിട്ട് ഇതുപോലെ നമുക്ക് ഇട്ട് നോക്കാം കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി വേണ്ടത് പോട്ട്ലി ബട്ടൺ വെക്കാനായിട്ട് ഇതുപോലത്തെ തെർമോക്കോൾ ബോർഡ്സ് നമുക്ക് കിട്ടും. പല വലിപ്പത്തിലാണ് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് കിട്ടുന്നത്. ഇത് പഴയതാണ് കേട്ടോ, ഇത് കുറേ നാൾ മുന്നേ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരേപോലത്തെ ബോൾസ് വാങ്ങിച്ചു. അപ്പോൾ നമുക്ക് മെനക്കേടില്ല, നോക്കി തിരഞ്ഞൊന്നും എടുക്കേണ്ട, ഏത് ബോൾസ് വേണമെങ്കിലും എടുക്കുക. ഇപ്പോൾ കിട്ടുന്നതും അങ്ങനെ തന്നെ, എല്ലാം ഒരേ വലിപ്പമാണ്. പക്ഷേ ഇത് പണ്ട് വാങ്ങിച്ചതാണ്. ഇതെല്ലാം പല പല വലിപ്പമായതുകൊണ്ട് ഞാൻ കുറച്ച് അതിൽ നിന്ന് ഓരോന്നും സെലക്ട് ചെയ്തെടുത്തു. ബാക്കിയുള്ള ബോൾസ് നമ്മളത് കട്ട് ചെയ്തെടുത്താലും കറക്റ്റ് ബോളായിട്ട് കിട്ടത്തില്ല. പിന്നെ പല കളറിൻ്റെ കിട്ടും ബോൾസ്, അത് ഞാൻ എടുക്കാറില്ല. കാരണം വൈറ്റ് കളറിനകത്തൊക്കെ വയ്ക്കുമ്പോൾ വേറെ കളറായിട്ട് നിൽക്കും. അത് എനിക്കിഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ എപ്പോഴും വൈറ്റ് ബോൾസാണ് വാങ്ങുന്നത്. എന്നിട്ട് ഇതാ നൂലിട്ട് ചുറ്റി കറക്റ്റ് വലിച്ച് കെട്ടിയൊക്കെ കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് കിട്ടും. ഇച്ചിരി തുമ്പിട്ട് വേണം നിങ്ങൾ എപ്പോഴും നിർത്താൻ, തീരെ അങ്ങ് പറ്റ കൊണ്ടുവന്ന് വെട്ടിക്കളയരുത്. എന്നിട്ട് വെച്ച് നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ മിച്ചം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാക്ക് സൈഡിൽ നിന്ന് അതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. എന്നിട്ട് ഈ പൈപ്പിങ് ഞാൻ ഇതിലേക്ക് തന്നെ വീണ്ടും നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചു, തുണിയിലേക്ക് ഫിക്സ് ചെയ്തു. നമ്മൾ നേരത്തെ തയ്ച്ചിട്ട് തിരിച്ചിട്ടല്ലേ, അപ്പോൾ ഫിക്സ് ചെയ്തു. എന്നിട്ട് ഒരേപോലെ പിടിച്ചിട്ട് ചേർത്ത് തന്നെ ഇതുപോലെ പോട്ട്ലി ബട്ടൺ നമുക്ക് വെച്ച് കൊടുക്കാം. ഇച്ചിരി ക്ഷമ വേണം. ഞാൻ ആദ്യം കുറേ സ്പീഡിൽ തയ്ച്ച് വേഗം തീർക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ വേറെ കുറച്ച് വർക്കുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷേ അത് ശരിയായില്ല. പിന്നെ ഇത് ഞാൻ 2ാമത് അഴിച്ച് പതുക്കെ വെച്ച് ക്ഷമയോടെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ പോട്ട്ലി ബട്ടൺ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വെക്കാം. ഓരോന്നും അടുപ്പിച്ച് നിറച്ചിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ സ്പേസ് ഇട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 വെച്ചിട്ട് ഇതുപോലെ സ്പേസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 വെച്ച് സ്പേസ് ഇടുവാണെങ്കിൽ നമുക്ക് മെനക്കേടില്ല. കാരണം പെട്ടെന്ന് തന്നെ പോട്ട്ലി ബട്ടൺ ചെയ്തെടുക്കാൻ പറ്റും. ഇതിങ്ങനെ ചുറ്റി അത്രയും എടുക്കണമെങ്കിൽ നമുക്ക് ഇത്തിരി സമയം പോകുന്ന കാര്യമല്ലേ. അപ്പോൾ ഇതുപോലെ 2 വെച്ച് ഞാൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് ചേർത്ത് പിടിച്ച് ചെയ്യണം. തുണി ഒരുപാട് വലിക്കരുത്. വലിച്ചു കഴിഞ്ഞാൽ താഴേക്ക് ഈ മുകളിലിരിക്കുന്ന പീസ് ഓരോന്നിൻ്റെയും പുറത്തുകൂടെ കയറി തയ്ച്ചല്ലേ വരുന്നത്. അപ്പോൾ ഒത്തിരി വലിച്ചു കഴിഞ്ഞാൽ തുണിക്ക് താഴേക്ക് ഇങ്ങനെ തൂങ്ങി നിൽക്കും. അപ്പോൾ പിന്നെ അത് നമ്മൾ തയ്ച്ച് ഫിനിഷ് ചെയ്യുമ്പോൾ ചുളിവ് വരികയും ചെയ്യും. അതുകൊണ്ട് ഒരു നോർമൽ രീതിയിൽ 2 തുമ്പും ഒരേപോലെ പിടിച്ച് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതേപോലെ 1 ഇഞ്ച് സ്പേസ് വിട്ട് 2 അടുപ്പിച്ച് വെച്ചാണ് തയ്ക്കുന്നത്. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തീരുകയും ചെയ്യും, പക്ഷെ കാണാനും ഭംഗിയാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ വയ്ക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ആദ്യമേ തന്നെ നമുക്ക് ഈ താഴ്വശം കറക്റ്റ് ചെയ്ത് പിടിച്ചേക്കണം. മുകളിൽ നിന്ന് തന്നെ തയ്ക്കുമ്പോഴേ എനിക്ക് ആദ്യം കുറച്ച് ഇതുപോലെ ഇങ്ങനെ തൂങ്ങി വന്നു കണ്ടോ. അപ്പം നമുക്ക് അത്യാവശ്യം നന്നായിട്ട് വന്നു. ഞാൻ കറക്റ്റായിട്ട് ചെയ്തെടുത്തു. ആദ്യം എനിക്ക് താഴ്വശം ഇങ്ങനെ തൂങ്ങിയാണ് വന്നത്, എല്ലാം ചുളിവും വന്നു. അതുകൊണ്ടാണ് 2ാമത് ഇങ്ങനെ ചെയ്തെടുത്തത്. ഇനി അടുത്തത് നമുക്ക് നേരെ ക്യാൻവാസ് വെച്ചാൽ മതി. ക്യാൻവാസ് പോട്ട്ലി ബട്ടൻ്റെ മുകളിലായിട്ട് നിൽക്കണം, ഒരിക്കലും അതിൻ്റെ പുറത്ത് കയറി നിൽക്കരുത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. കറക്റ്റായിട്ട് നമുക്ക് ഈ നെക്ക് തയ്ച്ചെടുക്കാം. ഇതേപോലെ തയ്ച്ചു. നെക്ക് നമുക്ക് കട്ട് ചെയ്യാം. അതിനുശേഷം ചെറിയ കട്ടിങ് കൊടുക്കാം. ഇതുപോലെ ഫുള്ളായിട്ട് നമ്മൾ കട്ടിങ് കൊടുത്തിട്ട് ഇത് നമുക്ക് ഉള്ളിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ലൈനിങ്ങുമായിട്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ അകവശം നമുക്ക് വേണേൽ തയ്ച്ചു കൊടുക്കാം, അതല്ലെങ്കിൽ ഹെം ചെയ്യാം. അതിനുശേഷം എന്തായാലും നെക്കിൻ്റെ പുറത്തുകൂടെ നമ്മളൊന്ന് തയ്ച്ചെടുക്കണം. ഈ ഭാഗത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് പൈപ്പിംഗ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഓൾറെഡി ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ടൈം ഒരുപാട് പോയി. അതുകൊണ്ടാണ് പിന്നെ ഞാൻ നെക്കിനൂടെ വെക്കാനായിട്ട് മെനക്കെടാഞ്ഞത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നെക്കിന് വെക്കണമെന്നുണ്ടെങ്കിൽ വെക്കാം, അത് കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. അത് ഓരോരുത്തരുടെ ഇഷ്ടം. ചിലർക്ക് നെക്കിന് പൈപ്പിംഗ് വെക്കുന്ന ഇഷ്ടമല്ല, താഴെ ഇതുപോലെ ഉള്ള ഡിസൈൻസാണ് ഇഷ്ടം. അപ്പം ബോട്ടവുമായിട്ട് നമുക്കൊന്ന് മാച്ച് ആവുകയും ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നെക്ക് ഡിസൈൻ. ബാക്കിയെല്ലാം നമ്മൾ നോർമൽ രീതിയിൽ
തയ്ക്കുകയാണ്. അപ്പം ഞാൻ ഫുള്ളായിട്ട് തയ്ച്ചിട്ട് ഞാൻ എങ്ങനെ ഉണ്ടെന്ന് കാണിച്ചു തരാം. അതിൻ്റെ കൂടെ ലാസ്റ്റിൽ ഞാനത് ടോപ്പും ബോട്ടവും കൂടി ഇട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുമല്ലോ എങ്ങനെ ഇരിക്കും എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ ലൈനിങ് നമുക്ക് ചേർത്ത് തയ്ച്ചെടുക്കാം. എന്നിട്ട് ഫുള്ളായിട്ട് ഞാനങ്ങ് തയ്ക്കുകയാണ്. അപ്പോൾ അത് ഞാൻ കാണിക്കുന്നില്ല, കാരണം ബോട്ടവും കൂടെ തയ്ക്കാനുള്ളത് കൊണ്ട് വീഡിയോ വീണ്ടും ലെങ്ത് ആവും. ഇപ്പോൾ ഇതുപോലെ ടോപ്പ് ഞാൻ ഫുള്ളായിട്ട് തയ്ച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. തിരക്ക് കൂടിപ്പോയതുകൊണ്ടുള്ളൊരു പ്രശ്നമേ ഉള്ളൂ, ഞാൻ പെട്ടെന്ന് തയ്ച്ചെടുത്തുകൊണ്ട്. അപ്പോൾ ഇനി അടുത്ത ബോട്ടം തയ്ക്കുന്നത് നമുക്ക് എങ്ങനെയെന്ന് നോക്കാം. അപ്പം ബോട്ടത്തിൻ്റെ പീസ് ഇതുപോലെ ബാക്ക് സൈഡിൽ മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്നത് നമ്മൾ 2.5 ഇഞ്ച് കൂട്ടിയിട്ട് കട്ട് ചെയ്തിരുന്നു. ഫ്രണ്ട് സൈഡും കട്ട് ചെയ്തിരുന്നു. ഫ്രണ്ട് സൈഡ് നമുക്ക് നല്ല വശവും കൂടെ ക്രോച്ച് ഏരിയ ആദ്യം തയ്ച്ചെടുക്കാം. ഈ ക്രോച്ച് ഏരിയ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് നമ്മൾ സ്ട്രെയിറ്റ് പാൻറ്റിൻ്റെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒപ്പം സ്റ്റിച്ചിങ് സ്ട്രെയിറ്റ് പാൻറ്റെന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത് സംശയം ഉണ്ടെങ്കിൽ അത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ആദ്യം ക്രോച്ച് ഏരിയ ആണ് ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും. ബാക്കിലേതും ഫ്രണ്ടിലേതും നമ്മൾ ആദ്യം ഈ ഭാഗമാണ് തയ്ച്ചെടുക്കുന്നത്. 2 സ്റ്റിച്ച് വെച്ച് ഞാൻ ചെയ്യുന്നുണ്ട്. ഞാനിതിപ്പോൾ ഒറ്റ സ്റ്റിച്ചേ കാണിക്കുന്നുള്ളൂ. ആദ്യം ഫ്രണ്ട് സൈഡിൽ നമ്മൾ തയ്ച്ചെടുത്തു, ഇത് ബാക്ക് സൈഡാണ്, അതും തയ്ച്ചെടുത്തു. ഇനി നല്ല വശവും കൂടെ നമുക്ക് ഇത് വെച്ച് കൊടുക്കണം. അതിനുശേഷം സൈഡാണ് നമ്മൾ തയ്ക്കാനായിട്ട് ഇനി പോകുന്നത്. സൈഡ് തേരുവശമാണ്. അപ്പം നമുക്കത് ലോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എല്ലാത്തിൻ്റെയും തേരുവശം തന്നെ എടുക്കുന്നത്. ഇട്ട് കഴിഞ്ഞാൽ വ്യത്യാസമൊന്നുമില്ല, ഏത് വശമാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഒരുപാട് കട്ടിയുള്ള തുണിയുടെ ഭാഗത്തെ തേരുവശം വെച്ച് നമ്മൾ തയ്ച്ച് കഴിഞ്ഞാൽ തുണി ഇങ്ങനെ ചുളുങ്ങിയിരിക്കും. അപ്പോൾ അത് വേണമെങ്കിൽ ഒഴിവാക്കാം, ആ ഭാഗം കട്ട് ചെയ്ത് കളയാം. ഇതിങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ തയ്ച്ചിട്ട് താഴെ വന്നിട്ട് 2.5 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുക. അത് നമുക്ക് മടക്കാനുള്ള തയ്യൽ തുമ്പാണ്. പിന്നെ നമ്മൾ ഒരു ചെറിയ ഓപ്പണിങ് താഴെ കൊടുക്കുന്നത് ഒരു 1.7 ആണ്. അത് നിങ്ങൾക്ക് 2 എടുക്കാം, 1.5 എടുക്കാം, അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് എടുത്തു കൊടുക്കാം. 1.7 എപ്പോഴും ഒരു കറക്റ്റ് അളവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കറക്റ്റ് ആ പോയിൻറ്റിൽ 1.7 നമ്മൾ മാർക്ക് ചെയ്തെടുത്ത് കുത്തി നിർത്തുക. എന്നിട്ട് ഇത് വീണ്ടും തുണി മുകളിലേക്ക് നമ്മൾ തയ്ച്ചെടുക്കുകയാണ്. ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് അയൺ ചെയ്യാം. സ്ട്രെയിറ്റ് പാൻ്റ് എന്ന് പറഞ്ഞാൽ ഓരോ സമയത്തും നമ്മളിത് അയൺ ചെയ്തെടുക്കുകയാണെങ്കിൽ അത്രയും ഫിനിഷിങ്ങിൽ കിട്ടും കേട്ടോ. എന്നിട്ട് മിച്ചമുള്ള പീസ് നമ്മളിങ്ങനെ വലിച്ച് തയ്ച്ച് കഴിയുമ്പോൾ ഇതുപോലെ ഇങ്ങനെ തൂങ്ങി വരും. അതങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. 1/2 ഇഞ്ച് വേരിയേഷൻ വരും. അതിനുശേഷം ഈ തുമ്പ് നമ്മൾ 1.5 ഇഞ്ചും 2.5 ഇഞ്ചും ഓപ്പണിങ് കൊടുത്തു. അപ്പോൾ അതിൻ്റെ തുമ്പ് ഇതേപോലെ ആദ്യം നമുക്ക് 1/2 ഇഞ്ച് വീതിയിൽ രണ്ടും ഒന്ന് തയ്ച്ചെടുക്കാം. 2.5യുടെ 1/2 ഇഞ്ച് വീതി നമ്മൾ തയ്ച്ചെടുത്തു. ഇനി ഇതിങ്ങനെ ഒരുമിച്ച് പിടിച്ചിട്ട് ഈ തുമ്പിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇതേപോലെ ചെറിയൊരു സ്റ്റിച്ചിങ് കൊടുക്കുക. നിങ്ങൾക്കിത് മനസ്സിലായില്ലെങ്കിൽ ഇവിടെ ഞാൻ ഐ ബട്ടണിൽ ഞാൻ ഈ ഒരു ഭാഗം മാത്രം ചെയ്യുന്ന വീഡിയോ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട്, അത് നോക്കിയാൽ മതി. അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഈ വശം നമുക്ക് തയ്ച്ചെടുക്കാം. ഈ തുമ്പ് അകത്തേക്ക് കയറിപ്പോകരുത്, ഇവിടം വരെ മാത്രമേ തയ്ക്കാൻ പാടുള്ളൂ. ഇവിടെ അതേപോലെ തന്നെ ഒരുപാട് പോകരുത്, അത്രയും മാത്രമേ തയ്ക്കാൻ പാടുള്ളൂ. കാരണം ഇത് നമുക്ക് തിരിച്ചിടാനുള്ളതാണ്. തുമ്പിലേക്ക് അങ്ങ് തയ്ച്ച് കഴിഞ്ഞാൽ കീറിപ്പിടിക്കും, തിരിച്ചിടാൻ പറ്റത്തില്ല. എന്നിട്ട് എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള ഐറ്റം വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ അകത്ത് കുത്തി ഈ തുമ്പ് നമുക്ക് നല്ല ഷാർപ്പായിട്ട് എടുക്കണം. ഈ സമയത്ത് നമുക്ക് അയൺ ചെയ്ത് എടുത്താൽ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. ഇതിപ്പോൾ ഞാൻ അയൺ ചെയ്യുന്നില്ല, നമുക്കിത് കസ്റ്റമറിനൊന്നുമല്ല, വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഞാനിത് അയൺ ചെയ്ത് തയ്ക്കാത്തത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഈ തുമ്പ് നമുക്ക് ഇതിപ്പോൾ ഞാൻ നൈറ്റി ആയതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പോൾ നൈറ്റിയുടേതാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എടുക്കണ്ട, തിരിച്ചിട്ട് നിങ്ങൾ കട്ട് ചെയ്താൽ മതി. ഞാനത് ശ്രദ്ധിച്ചില്ല കേട്ടോ. ശരിക്കും ഇതിങ്ങനെ എഴുതിയേക്കുന്നത് കാണാനായിട്ട് പറ്റും. അത് നമ്മൾ കസ്റ്റമറിനൊക്കെ കൊടുക്കുമ്പോൾ ഒരു ബോറായിട്ടാണ്. ഇതിപ്പോൾ കുഴപ്പമില്ല. നൈറ്റിയുടെ ആണ് നിങ്ങൾ തയ്ക്കുന്നതെങ്കിൽ അത് പേരുള്ളത് കട്ട് ചെയ്ത് മാറ്റാൻ ശ്രമിക്കണം. എന്നിട്ട് ഒരുമിച്ച് ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് തയ്ച്ചെടുത്താൽ മതി. നമ്മുടെ ആ ഓപ്പണിങ് കണ്ടല്ലോ, അത്രയും ഓപ്പണിങ്ങാണ് നമുക്ക് കിട്ടുന്നത്. എന്നിട്ട് ഫുള്ളായിട്ട് നമ്മളൊരു 2 സ്റ്റിച്ച് ചെയ്തെടുക്കുക. പിന്നെ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഷേപ്പ് വേണമെങ്കിൽ ഓരോരുത്തരുടെ കാൽ വണ്ണത്തിനനുസരിച്ച് ഒരു ഐഡിയ ഉണ്ടാവില്ല, അതനുസരിച്ച് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് 1/2 ഇഞ്ച് വീതിയിൽ അങ്ങ് ഷേപ്പ് ചെയ്യുകയാണ്. ആരെങ്കിലും വന്നിട്ട് ഷോപ്പിൽ ഇട്ട് നോക്കുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ ചിലപ്പോൾ മണ്ണമുള്ളവരായിരിക്കും മിക്കവരും വരുന്നത്. അപ്പോൾ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാൻ കുറച്ചുകൂടെ ഷേപ്പാക്കി കൊടുക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്ട്രെയിറ്റ് പാൻറ്റ് കഴിഞ്ഞു. കാൽവണ്ണം മാത്രം ഒന്ന് താഴ്വശത്തെ ശ്രദ്ധിച്ചാൽ മതി. 6 ഇഞ്ചിനാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ രണ്ടും 6 ഇഞ്ച് തന്നെ വരണം.
ഇനി അടുത്തത് ബെൽറ്റ് വെക്കാനുള്ള മടക്കം. ആദ്യം 1/2 ഇഞ്ച് മടക്കാം. എന്നിട്ട് ബെൽറ്റിൻ്റെ വീതി എത്രയാണോ 1 ഇഞ്ചിൻ്റെ ബെൽറ്റാണ് വെക്കുന്നതെങ്കിൽ ആ വീതിയിൽ നമുക്കിത് മടക്കി കൊടുക്കാം. ബെൽറ്റ് എലാസ്റ്റിക് നമുക്ക് കടത്തിയെടുക്കാനുള്ള വീതി ഉണ്ടാവണം. കറക്റ്റ് 1 ഇഞ്ച് വെച്ചിട്ട് നമ്മൾ തയ്ച്ച് വെച്ചാൽ എലാസ്റ്റിക് കട്ടിയുള്ളതാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടി കടത്തിയെടുക്കാൻ നല്ല പ്രയാസം നമുക്ക് പിന്നീടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ആ വീതിയിൽ മാത്രം എടുക്കുക. കറക്റ്റ് എലാസ്റ്റിക് കടക്കാനുള്ള വീതിയിൽ കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് തയ്ച്ചെടുക്കണം. ബാക്ക് സൈഡിൽ വരുമ്പോൾ നമ്മൾ 2.5 ഇഞ്ച് മുകളിലേക്കാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൂടെ ഞാൻ തയ്ക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. ഇവിടെ വരുമ്പോൾ കറക്റ്റ് ഇത് നടുക്കായിട്ട് വയ്ക്കുക മടക്കി. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ചുളിവ് വരും. അത് ഒരു ശകലം ഇങ്ങനെ മടക്കിയൊന്ന് വയ്ക്കുക. എന്നിട്ട് ഇത് നമ്മൾ തയ്ച്ചു കൊടുക്കാം. എലാസ്റ്റിക് വരുമ്പോൾ ആ ചുളുക്കൊന്നും അറിയത്തില്ല. എലാസ്റ്റിക് നന്നായിട്ട് ഫുള്ളെല്ലാം കൂടെ ഞുറിഞ്ഞ് ചുളിവ് പോലല്ലേ നിൽക്കുന്നത്. ഇവിടെ അതേപോലെ ഇപ്പുറത്തെ ഭാഗത്തും 1/2 ഇഞ്ച് ചുളിവിടുക. മടക്കി ജസ്റ്റ് ഒന്ന് മടക്കി വെച്ചാൽ മതി 2 വശത്തും. അപ്പോൾ അറിയത്തില്ല. പിന്നെ അത് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് തയ്ക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് കുറച്ചൊരു സ്പേസ് വേണം. എലാസ്റ്റിക് നമുക്ക് കടത്തിയെടുക്കണ്ടേ. അപ്പോൾ ഞാൻ ഇപ്പോൾ നമ്മുടെ അരവണ്ണം എത്രയാണ് നിങ്ങൾ പാൻറ് ഇടുന്ന എവിടെയാണോ ആ ഭാഗത്തിൽ നിന്ന് ഒരു 2 ഇഞ്ച് കുറച്ച് വേണം എടുക്കാനായിട്ട്. ഞാൻ 34 എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഒരു സേഫ്റ്റി പിൻ ഇതിൻ്റെ കുത്തിയിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ വലിച്ചെടുക്കുക. ഒരിക്കലും ഇത് വളഞ്ഞു പോകരുത്. സ്ട്രെയിറ്റായിട്ട് തന്നെ വളഞ്ഞു പോകാതെ എടുത്തു കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് ഞാൻ വലിച്ച് ഇട്ടിട്ട് കാണിച്ചു തരാം. എന്നിട്ട് എലാസ്റ്റിക്കിൻ്റെ എൻഡ് നമ്മൾ 1/2 ഇഞ്ച് വീതിയിൽ തയ്ച്ചു. എന്നിട്ട് ഇതിങ്ങനെ മടക്കി പതിച്ച് തയ്ക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഇത് ഉള്ളിലേക്ക് കടത്തിയിടാം. എന്നിട്ട് ഇത് ഓപ്പണിങ് നമ്മൾ കൊടുത്തത് നമ്മൾ ക്ലോസ് ആക്കുകയാണ്. പിന്നെ നമുക്ക് എലാസ്റ്റിക് തിരിഞ്ഞു പോകാതിരിക്കാൻ ചിലർക്ക് എലാസ്റ്റിക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ കിടന്ന് ഇങ്ങനെ തിരിഞ്ഞു പോകാറുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് നന്നായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വലിച്ചു പിടിച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പിന്നെ കുറച്ച് ചുളിവ് പോലെ നിങ്ങൾക്ക് ഫുള്ള് വന്നില്ലെങ്കിൽ ആ ഞുറുവെല്ലാം കൂടെ ബാക്കിലേക്ക് കൊണ്ടുവന്ന് ഇതേപോലെ നല്ല ഫിനിഷിങ്ങിൽ തയ്ച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റിച്ചിങ്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഞാൻ എങ്ങനെയുണ്ടെന്ന് ഇട്ട് കാണിച്ചു തരാം. അപ്പോൾ ദാ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നല്ല ഭംഗിയിൽ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്ഷമയോടെ ചെയ്യണമെന്ന് മാത്രം. ബിഗിനേഴ്സിനൊക്കെ ഇത്തിരി പ്രയാസമായിരിക്കും. കാരണം ഇത് നമ്മളങ്ങനെ എപ്പോഴും ചെയ്തിട്ടുള്ളൊരു മോഡലല്ല. നമുക്ക് ഇത് തന്നെ ക്യാൻവാസിൽ ഫുള്ള് നെക്കിൻ്റെ ഡിസൈനും കൂടെ ചേർത്ത് താഴേക്ക് വെക്കുന്നത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ട്. ഇത് പക്ഷേ നെക്കിൻ്റെ താഴെ മാത്രം വെക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യേണ്ടി വന്നത്. അപ്പോൾ നിങ്ങൾക്ക് നെക്കിൻ്റെ പൈപ്പിങ്ങും വെച്ച് സ്ലീവിനും പൈപ്പിങ്ങും വെച്ച് ഇതിലും മനോഹരമാക്കി എടുക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ നൈറ്റി മെറ്റീരിയൽസ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഇപ്പം നിങ്ങൾ സെലക്ട് ചെയ്യണമെന്നില്ല. കാറ്റലോഗ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് തുണി എടുക്കാൻ പോകത്തേ ഉള്ളൂ. അപ്പോൾ അടുത്ത ദിവസം ഉടനെ തന്നെ വീഡിയോ ഉണ്ടാവും. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.